ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ സുപ്രധാനമായ കേരളം കാത്തിരുന്ന ദിനത്തിൻ്റെ അവസാന മണിക്കൂർ എത്തുകയാണ്. കേരളമെമ്പാടും തകർത്ത വോട്ടിംഗ് നടക്കുകയാണ്. സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ആവേശം. എവിടെയും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക കണക്കുകൾ വെളിപ്പെടുന്നത്. 7 മണിയോടുകൂടി അതിൻ്റെ അന്തിമ ചിത്രം മനസ്സിലാകും. എന്നാലും എവിടെയും ഒരു ആവേശം കാണുന്നു. അതുമാത്രമല്ല, എവിടെയും ഒരു കാറ്റ് വീശുന്നത് പോലെ തോന്നുന്നുണ്ട്. ആ കാറ്റ് എങ്ങോട്ടേക്കായിരിക്കും? ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള കാറ്റാണോ, ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള കാറ്റാണോ എന്നൊക്കെ തന്നെ നമുക്ക് കുറേ ആളോട് കാത്തിരിക്കേണ്ടി വരും. എങ്കിലും ഇപ്പോഴത്തെ ഒരു മണിക്കൂർ അവശേഷിക്കുമ്പോൾ ഉള്ള ശതമാനം എങ്ങനെയാണ് CPN ആ ശതമാനം നമ്മൾ കാണുന്നത്? ഏകദേശം 1 മണിക്കൂർ കൂടി തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പൂർത്തീകരിക്കാൻ സമയമുണ്ടെന്നിരിക്കെ നിലവിൽ തന്നെ ഏകദേശം 65% വോട്ടിംഗ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതാണ്ട് 76% മുകളിൽ, ഒരു പക്ഷേ 80, 82, 84 വരെയൊക്കെ പോയേക്കാണെങ്കിൽ വലിയ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ ഏറ്റവും വലിയ. അതെ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, SIR ശേഷം ആവർത്തിച്ചുള്ള വോട്ടർമാരുടെ എണ്ണം ഒഴിവാക്കപ്പെട്ടു, മരിച്ചവരെ നീക്കി. പിന്നെ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് ചില അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്തിയവരെയൊക്കെ ഒഴിവാക്കി. മറ്റൊന്ന്, എല്ലാവരും വോട്ട് ചെയ്യേണ്ടതുണ്ടെന്നുള്ളൊരു ധാരണ SIR ഒരു ഭീഷണിയുടെ സ്വരമാണെങ്കിൽ പോലും ഭൂരിപക്ഷം ആളുകളും വോട്ട് ചെയ്യാൻ പോകാൻ നിർബന്ധിതമാക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, കേരളത്തിന്റെ അടുത്ത 5 വർഷം, കേരളീയരുടെ അടുത്ത 5 വർഷക്കാലത്തെ ദൈനംദിന ജീവിതത്തെ അതിനിർണായകമായി ബാധിക്കുന്ന സർക്കാർ ആരായിരിക്കണം എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പൊ പൊതുവെ വളരെ ആവേശത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലയിടങ്ങളിലെങ്കിലും ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു അടയാളമായി പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ഒരു കാര്യം എടുത്താൽ നോക്കൂ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് തീർച്ചയായും ഒരു UDF തരംഗത്തിന് വലിയൊരു സാധ്യത ഉണ്ടായിരുന്നു. അത് ശബരിമല വിഷയമാണെങ്കിലും ഈ CPM-നകത്ത് നിന്നും പല പ്രമുഖരും CPM-നെതിരെ പുറത്തേക്ക് വരുന്നു. ചില ഒരു നിഷ്പക്ഷരെന്നോ ഇടതുപക്ഷ ബുദ്ധിജീവികളെന്നോ പറയുന്ന ആളുകൾ ഇടതുപക്ഷമായി തുടരണമെങ്കിൽ അവരെ തോൽപ്പിക്കണമെന്ന് പറയുന്നു. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ LDF ഒരു പരിധിവരെയെങ്കിലും മറികടന്നിട്ടുണ്ടെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോഴും പക്ഷെ ഇത്തവണത്തെ എനിക്ക് തോന്നുന്നു ഈ ആവേശത്തിന്റെ ഒരു കാരണം ഈ നാളിതുവരെ ഉണ്ടായിട്ടില്ലാത്ത അത്രയും തരത്തിലുള്ള ഒരു പ്രചാരണ കോലാഹലം, ഭയങ്കരമായ പ്രചാരണം എന്ന് പറയുന്നതിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പണമിറക്കിയ BJPക്ക് ജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങൾ പോലും അവർ വളരെയധികം പണമിറക്കിയിട്ടുള്ള ഒരു പ്രചാരണം, ഒരു പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് പോലും കോടികൾ ഇറക്കുമതി ചെയ്തിട്ടുള്ള വാഹനങ്ങൾ ഉത്തർപ്രദേശിൽ നിന്ന് നിരവധി വാഹനങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓളം ഇളക്കാനുള്ള അതിന് പുറമെ CPM-നാണെങ്കിൽ ഒരു പഞ്ഞവും ഇല്ലായിരുന്നു, LDF-ന് ഒരു പഞ്ഞവും ഇല്ലായിരുന്നു പ്രചാരണത്തിന്റെ. സോഷ്യൽ മീഡിയ പ്രചാരണം മാത്രമല്ല, വലിയ സ്വാധീനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ചിരിക്കാത്ത നേതാക്കളെ പോലും ചിരിപ്പിച്ച് കാണിക്കുകയാണ്. അല്ലേ? ചിരിക്കാത്ത നേതാക്കളെ പോലും ചിരിപ്പിച്ച് കാണിക്കുകയാണ്. അങ്ങനെ അതുപോലെ വിവിധ സാരികൾ ഉടുത്തിട്ടാണ് സാരികൾ മാറാതെ തന്നെ പല സാരികളെ ഉടുപ്പിക്കാൻ കഴിയുന്ന അതെ. അപ്പൊ സാരികളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് വോട്ടർമാർക്കെങ്കിലും. ആണ് സ്ഥാനാർത്ഥികൾക്കെല്ലാം സാരി കൊടുത്തുള്ളതാണ് നമ്മൾ പലയിടത്തേക്കും. തീർച്ചയായും. എന്ന് മാത്രമല്ല, LDF UDF-ഉം അവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും തമ്മിൽ ചില സമാനതകളുണ്ട്. കേരളത്തിന്റെ പൊതുവായ വികസനം, ക്ഷേമ പദ്ധതികൾ, കോളേജ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇതൊക്കെ ഉയർത്തുമ്പോഴും ഇത് തമ്മിൽ ചില സിമിലാരിറ്റീസ് ഇല്ലാതില്ല. എന്ന് വെച്ചാൽ UDF വലിയ ചില ആകർഷകമായ 5 ഓഫറുകൾ വെക്കുമ്പോൾ സ്വാഭാവികം അങ്ങനെ അവർ വെക്കണം. ഒരു ഭരണമാറ്റത്തിന് അതൊരു ഒരു ആവേശം ഉണ്ടാക്കും. KSRTC-യുമായി ബന്ധപ്പെട്ടുള്ള അപ്പോഴും ഇവർക്ക് ബദലായി പച്ചയായ വർഗീയത BJPക്ക് പറയാൻ കഴിയാതെ പോയി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. കാരണം പ്രധാനമന്ത്രി വന്നിട്ടും അമിത്ഷാ വന്നിട്ടും ഇവിടെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അങ്ങനെ അവർ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാര്യം അതൊരു കേരളത്തിന്റെ മതനിരപേക്ഷ കരുത്ത് BJPക്ക് മുകളിൽ കാണിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനെ അവർ മുതലാക്കുന്നുണ്ട്. കാര്യം വികസനം വേണോ,
BJP വരണം, ഇതുവരെ കേരളം വികസിച്ചിട്ട് പോരാ എന്നവർ പറയുന്ന ഒരു കാര്യം അവരെയും പോലും പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും സുപ്രധാനമാവുന്നതിന്റെ പിന്നിൽ ഒരു കാരണം കൂടെ ഉണ്ട്. അതായത് ഈ BJP നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രചാരണ കോലാഹലമാണ് ഇറക്കിയത്. BJP എന്തോ ഈ സംസ്ഥാനം പിടിക്കാൻ പോകുന്നുള്ള ഇംപ്രഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ആ BJPയുടെ ഈ പ്രചാരണ കോലാഹലം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അങ്കലാപ്പ് ഏതെല്ലാം തരത്തിൽ എവിടെയെല്ലാം സ്ഥാനാർത്ഥികളെ എങ്ങനെയെല്ലാം സ്വാധീനിക്കും, എങ്ങനെയെല്ലാം വോട്ടുകൾ ചായും എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ അപ്പം ആ ഒരു പ്രയോജനം ഈ മതേതരത്വം എന്ന് പറയുന്ന ആ സംവിധാനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് പ്രധാന മുന്നണികൾ തമ്മിലാണല്ലോ. അപ്പോൾ തന്നെ അവർക്ക് മതേതരത്വം അല്ല ഇവിടെ എന്ന് പറഞ്ഞ് പരസ്പരം ഡീൽ ഉണ്ടെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഈ ന്യൂനപക്ഷ വോട്ട് ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ, അതിനെ സമാഹരിക്കുക എന്നുള്ളത്, അതിനെ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അത് ഒക്കെ തന്നെ നമുക്ക് അത് നിലവിൽ ഒരു കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഒരു സാഹചര്യം പരിശോധിച്ചാൽ അങ്ങനെയുള്ള ന്യൂനപക്ഷത്തിന്റെ ഈ ഉത്കണ്ഠ UDFന് അനുകൂലമായ ഒരു ചലനം ഉണ്ടാക്കാൻ പ്രാപ്തമാണ്. അത് ഈ പ്രാവശ്യവും കൂടി അങ്ങനെ ആകുമോ എന്നുള്ളതാണ് LDFനെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, കഴിഞ്ഞ ഒരു 10-15 വർഷമായി കേരളം അതിനിർണായകമായി BJPയുടെ കയ്യിലേക്ക് ഒതുങ്ങും, അവർ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കൂ, ഈ പ്രാവശ്യവും അവർ, എനിക്ക് തോന്നുന്നതാണ് എന്ന് മാത്രമല്ല, പാലക്കാട് നിന്നുള്ള വാർത്തകൾ എടുക്കാം, വട്ടിയൂർക്കാവിൽ നിന്നുള്ള അനുഭവങ്ങൾ എടുക്കാം, ഇതൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നിന്നും അത്രയൊന്നും വ്യത്യസ്തമല്ലാത്ത തരത്തിലേക്ക് അവരുടെ പല പ്രതീക്ഷകൾക്കും വിരുദ്ധമായിട്ടുള്ള ചില വാർത്തകളാണ് വന്നത്. അപ്പോഴും കഴക്കൂട്ടം, മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ, നേമത്ത് പോലുള്ള മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ അർത്ഥം നേരത്തെയൊക്കെ പറഞ്ഞ അര ഡസനിൽ നിന്നൊക്കെ പോയി ഒരു 1/4 ഡസനിലേക്ക് BJPയുടെ മത്സരം ചുരുങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ എന്തായാലും അവരെ സംബന്ധിച്ചെന്നറിയാം, ഈ വോട്ടിംഗ് ശതമാനം കൂടുകയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ BJPക്ക് ഇവിടെ അവര് കൊട്ടിഘോഷമൊക്കെ തന്നെ അതോടെ അവസാനിക്കുമെന്നാണ് തോന്നി അല്ലേ. ഈ ഒരു കൊട്ടി കാരവാരം പ്രധാനമന്ത്രി വന്ന് മത്സരിക്കുന്ന പോലെയാണ് പ്രധാനമന്ത്രിയുടെ ഇവിടുത്തെ ഒരു പ്രകടനവും റോഡ് ഷോയും ഒക്കെ നമ്മൾ കണ്ടത്. അപ്പൊ ആ നിലയ്ക്ക് ഒരു വലിയൊരു അപ്പൊ BJPക്കാണ് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായി UDF അധികാരത്തിൽ വന്നാൽ LDF പ്രതിപക്ഷത്ത് കൂടുതൽ ശക്തമായ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ നടത്തുക. പക്ഷേ BJPക്ക് വോട്ട് ശതമാനം കുറയുകയും ഒരുപക്ഷെ സീറ്റുകൾ 1-0 കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്താൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ BJP നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഭരണത്തിന്റെ ഒരു ഇതാണ്, ഭരണത്തിന്റെ മാറ്റം. നമ്മൾ നേരത്തെ പല മീറ്റിങ്ങുകളിലും ചർച്ച ചെയ്തിട്ടുള്ള പോലെ ഭരണമാറ്റം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റ് എന്നുള്ളൊരു ഇംപ്രഷൻ ഉള്ളപ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്ത് കാണിച്ച, പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു മുടക്കവും കൂടാതെ ചെയ്ത് കാണിച്ച ഒരു മുന്നണി എന്നുള്ള നിലയിൽ അവർക്കുള്ള അപ്പർ ഹാൻഡ് ഉള്ളപ്പോൾ തന്നെ ഒരു ശക്തമായ തിരിച്ചുവരവിന് UDF ഇത്തവണ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എവിഡന്റ് ആണ്, വ്യക്തമായി കാണാൻ പറ്റും അല്ലെ. ആളുകളുടെ ഒരു ആവേശം അത് ആ രീതിയിലേക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തൽക്കാലം നമ്മളിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധനായ കാനായി കുഞ്ഞിരാമൻ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ശംഖുമുഖം തീരത്ത് അദ്ദേഹം തീർത്ത ജലകന്യക അല്ലെങ്കിൽ മത്സ്യകന്യക എന്ന് പറയുന്ന ശില്പമാണ്. ആ ശില്പത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്.